നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇസ്ലാമിക വിമർശകനാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹം ഇസ്ലാമിനെതിരെ കടുത്ത നിലപാടാണ് എടുക്കുന്നത്. എക്സ് മുസ്ലിമാണ്, മുൻപ് മുസ്ലിം വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരാണ്, മുസ്ലിം വിശ്വാസത്തിനെതിരാണ്. മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം, നിയമപരമായി ഒന്നും സംഭവിക്കത്തില്ല. നമ്മളൊക്കെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ പോലും അപ്പോൾ തന്നെ കേസെടുക്കും, വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ്. എന്നാൽ ആരിഫിന്റെ നേട്ടം, അദ്ദേഹം മുസ്ലിം സമുദായാംഗമാണ്, അല്ലെങ്കിൽ മുസ്ലിമായി ജനിച്ച ആളാണ്, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രമല്ല, ഇസ്ലാം എന്ന മതത്തെയും അദ്ദേഹം വിമർശിക്കുന്നു എന്നതാണ് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ഏക ഭിന്നത. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് ഞാൻ, എന്നാൽ ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കരുത്, ഏത് മതവും അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നതാണ് എൻ്റെ നിലപാട്. എന്നാൽ ഇസ്ലാം അപകടകരമായ മതമാണ് എന്ന് തറപ്പിച്ച് പറയുകയും പ്രവാചകനെയും അള്ളാഹുവിനെയും പോലും അപമാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട് അദ്ദേഹം. വാസ്തവത്തിൽ മുസ്ലിം വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ പ്രതികരിക്കാറുണ്ട്. അവർ അദ്ദേഹത്തെ വളരെ മോശമായാണ് കൈകാര്യം ചെയ്യുന്നത്. ഇഷ്ടംപോലെ തെറിവിളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കോയ കോളിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, വളരെ രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ. എന്തായാലും ഇസ്ലാമിക വിശ്വാസികളുടെ വലിയ ശത്രുവാണ് ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹത്തെ അമ്മ പോലും തള്ളി പറഞ്ഞിരുന്നു. ഇദ്ദേഹം മരിച്ചാൽ കൊള്ളാം എന്ന് അമ്മ പറഞ്ഞു എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മരണസമയത്ത് ഇദ്ദേഹം നടത്തിയ പ്രതികരണം പോലും വിവാദമായിരുന്നു. എന്തായാലും ഇസ്ലാം വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം ആരിഫ് ഹുസൈൻ ഹീറോയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മതപരമായ നിലപാടിനോട് വിയോജിപ്പാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നതിനോട് എനിക്ക് താല്പര്യമാണ്, റിലീജിയസ് ഇസ്ലാമിനെ എതിർക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷെ ഒരു നല്ല മനുഷ്യനാണ്, സ്വാത്വികനാണ് എന്ന് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായമുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് മതവിമർശനം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവർ തെറി വിളിച്ചും ചീത്ത വിളിച്ചും ഒക്കെ തള്ളിക്കളഞ്ഞിരുന്നു. അതിനർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ ആരിഫ് ഹുസൈൻ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഹുസൈനെ ആദ്യമായി ഒരു റിയൽ ത്രെട്ട് എത്തിയിരിക്കുന്നു. റിയൽ ത്രെട്ട് എത്തിയിരിക്കുന്നത് ഈ കേരളത്തിൽ നിന്നല്ല, ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് എന്ന പേരിൽ ഒരു ഇമെയിലാണ് വന്നിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അയത്തുള്ള അലി ഖൊമേനിയെ കൊന്നതിനെ തുടർന്ന് സ്വർഗത്തിൽ ഹൂറികൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നിർമ്മിതി ബുദ്ധിയിൽ സൃഷ്ടിച്ച ഒരു ഇമേജ് ഇട്ടു. ഖൊമേനിയെയും ബിഖിന് ധരിച്ച സുന്ദരികളെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഇമേജ് ഇട്ടു. ഇത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് വധഭീഷണി വന്നിരിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന വധഭീഷണി ഇങ്ങനെയാണ്: ഡോക്ടർ ആരിഫ് ഹുസൈൻ, വി ദ ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദ ഡെത്ത് പെനാലിറ്റി ഓൺ യു under Sharia law for insulting our great leader Ayatollah Ali Hosseini Khamenei. Our cyber team has located your exact home address in Kerala, and our soldiers from Lucknow and Hyderabad have reached Kerala. Our warriors will torture and kill you on the most brutal way possible and behead you. Your head will be displayed in a public for the Kerala public to spit on. ഇങ്ങനെയാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഞങ്ങൾ ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് ഡെത്ത് പെനാലിറ്റി ഓൺ അണ്ടർ ഷരിയ ലോ. ഷരിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ മരണശിക്ഷ വിധിക്കുന്നു ഫോർ ഇൻസൾട്ടിങ് അവർ ഗ്രേറ്റ് ലീഡർ അയത്തുള്ള ഖൊമേനി. ഖൊമേനിയെ ഇൻസൾട്ട് ചെയ്ത് ഞങ്ങൾ മരണശിക്ഷ വിധിക്കുന്നു. ഞങ്ങളുടെ സൈബർ ടീം നിങ്ങളുടെ കേരളത്തിലെ അഡ്രസ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള ഞങ്ങളുടെ പോരാളികൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ പോരാളികൾ നിങ്ങളെ ഭീകരമായി ടോർച്ചർ ചെയ്യും, ഏറ്റവും നീചമായ രീതിയിൽ കൊല്ലും, നിങ്ങളുടെ തല ഞങ്ങൾ വെട്ടും, എന്നിട്ട് നിങ്ങളുടെ തല കേരളത്തിലെ ജനങ്ങൾക്ക് തുപ്പാൻ വേണ്ടി ഞങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കും. ഇതാണ് ഭീഷണി. അതിനുവേണ്ടി ഇമാജിൻ ചെയ്ത ചിത്രവുമുണ്ട്. ഈ ഒരു ഇമെയിൽ വഴിയാണ് ആരിഫ് ഹുസൈൻ ഈ ഭീഷണി വന്നത്. ആരിഫ് ഹുസൈൻ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് FIR എടുത്തിട്ടുണ്ട്. FIRൽ ഇങ്ങനെ പറയുന്നു: പ്രതിക്ക് നാട്ടിൽ കലാപമുണ്ടാക്കണം ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട്, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനത് പറയുന്നില്ല, അദ്ദേഹത്തിന് സുരക്ഷയ്ക്കരുത് പറയുന്നില്ല. ആരിഫ് ഹുസൈൻ തെരുവത്തെ എന്നയാൾക്ക് ഇമെയിൽ മുഖാന്തരം ടിയാൻ സോഷ്യൽ മീഡിയയിൽ കേരള സ്റ്റോറി സിനിമയ്ക്ക് അനുകൂലമായും മുസ്ലിം തീവ്രവാദത്തെ എതിർത്തതുകൊണ്ടും പറഞ്ഞ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് ഷരിയ ഇസ്ലാം വാരിയേഴ്സ് outlook.com ഹുസൈൻ അലി എന്ന ഐഡിയിൽ നിന്നും ടിയാന് വധശിക്ഷ വിധിച്ചിരിക്കുന്നതായും ടിയാന്റെ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ലക്നൌവിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നുമുള്ള യോദ്ധാക്കൾ കേരളത്തിൽ എത്തി ടിയാനെ മൃഗീയമായി കൊന്ന് പൊതുസ്ഥലത്ത് പ്രദർശിക്കുമെന്ന് പറഞ്ഞ് ഇമെയിൽ മുഖാന്തരം ഭീഷണിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞ് വിശദമായി തന്നെ ടിയാൻ ലഭിച്ച ഇമെയിൽ സന്ദേശം രാത്രി 8:30 ബഹുമാന ജില്ലാ പോലീസ് മേധാവിയുടെ 2009 CMB ER ഡേറ്റ് നമ്പറിൽ പ്രകാരം അയച്ചു തരികയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമെയിൽ പരിശോധിച്ച് എടത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സിനോദ് KR ഞാൻ സ്റ്റേഷൻ 207/26 അണ്ടർ സെക്ഷൻ 351(3) 192 BNS പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് FIR ഇട്ടിട്ടുണ്ട്. ഒന്നല്ല 2 FIR ഇട്ടിട്ടുണ്ട്.
എന്തായാലും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ. ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വിമർശിക്കാനുള്ള അധികാരം ഭരണഘടനയിൽ ആർക്കും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം മതത്തെ വിമർശിക്കാൻ അധികാരമുണ്ട്. അതിൻ്റെ പേരിൽ തലവെട്ടി പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാൻ പറ്റില്ല ആരാണെങ്കിലും. അതുകൊണ്ട് പറയട്ടെ, ആരിഫ് ഹുസൈൻ്റെ ഇസ്ലാം മത വിമർശനത്തോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ ആരിഫ് ഹുസൈന് ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. ആരിഫിനെ ഭരണഘടനാപരമായുള്ള അവകാശം സംരക്ഷിച്ച മതിയാവൂ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇതോട് പ്രതികരിക്കുന്നത് എന്ന് ആരിഫിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നേ ലഭിച്ച ഒരു ഭീഷണി സംബന്ധിച്ചിട്ടാണ്. നമുക്കറിയാം, ഇവിടെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് സംബന്ധിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. അത് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യത്തിരുന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ മറുപടികളൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുള്ള അവരുടെ ആകെക്കൂടെയുള്ള മറുപടി എന്ന് പറയുന്നത് വധഭീഷണിയാണ്. അപ്പോ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ ഷിയ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി, ആ ഗ്രൂപ്പിന്റെ ഒരു മെയിൽ ഐ ഡി, അതിൽ നിന്നാണ് എനിക്കിപ്പോ ഒരു ഭീഷണി ലഭിച്ചിരിക്കുന്നത്. എന്റെ തലയെടുക്കും, എന്നിട്ട് അത് പൊതുദർശനത്തിന് വെച്ച് ഇവിടെ ആളുകൾക്ക് തുപ്പാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീഷണി കണ്ട് ഭയക്കുക എന്നുള്ളതിനൊക്കെ അതൊന്നും അല്ല. അതൊക്കെ ഇതിനു മുന്നേ ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, ഈ മതനിന്ദ നടത്തുന്നു എന്നതിന്റെ പേരിലൊക്കെ ഇതേപോലെ നടത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി. പക്ഷെ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംഗതികളാവുമ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് കുട്ടികളിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അത് പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആദ്യമേ പറയാനുള്ളത്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ കയറിയാണ് വെട്ടിയതും കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഈ കോർ ഇഷ്യൂ അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പൊതുസമൂഹം അതിന് ഉണരണം. അതോടൊപ്പം ഇവിടുത്തെ നിയമ സംവിധാനം ഉണരണം. അത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാവരും അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പം താങ്ക് യു. ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഓക്കെ, ബൈ.